ഭാര്യമാരെ പണം നൽകി മേടിക്കാൻ കഴിയുന്ന ഒരു മാർക്കറ്റ്, ഭാര്യയെ വാടകയ്ക്ക് നൽകുന്ന ഒരു മാർക്കറ്റ്. നിങ്ങൾ എപ്പോഴേലും ഇത്തരം മാർക്കറ്റുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇതിൽ ഒന്ന് ബൾഗേറിയയിലാണെങ്കിൽ മറ്റൊന്ന് നമ്മുടെ സ്വന്തം ഇന്ത്യയിലാണ്. തീർത്തും വിചിത്രമായി ബ്രൈഡ് മാർക്കറ്റിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളെ മാർക്കറ്റിൽ നിന്നും തിരഞ്ഞെടുത്തുകൊണ്ട് അവരുടെ മാതാപിതാക്കൾക്ക് പണം നൽകി ഭാര്യയായിട്ട് കൂടെ കൂട്ടുന്ന ബൾഗേറിയയിലെ സമ്പ്രദായത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഭാര്യമാരെയും അതുപോലെ തന്നെ പെൺകുട്ടികളെയൊക്കെ വാടകയ്ക്ക് നൽകുന്ന സമ്പ്രദായത്തെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ പറയാനുള്ള ഒരു കാര്യം, വിവാഹപ്രായം എത്തി നിൽക്കുന്ന, വിവാഹം കഴിക്കാൻ മുട്ടി നിൽക്കുന്ന ആളുകൾ വീഡിയോ ഫുള്ള് കാണാതെ പകുതി മാത്രം കേട്ടിട്ട് ഈ നാടുകളിലേക്ക് അല്ലെങ്കിൽ ഈ മാർക്കറ്റിലേക്ക് ഓടിപ്പോകരുത് എന്ന് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു ബ്രൈഡ് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ബൾഗേറിയയിലെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ അവിടെയുള്ള കലീജി ട്രൈബിനിടയിലാണ് ഇത്തരത്തിൽ വളരെയധികം വിചിത്രമായിട്ടുള്ള ബ്രൈഡ് മാർക്കറ്റ് സമ്പ്രദായം നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ കലീജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലപ്പണിക്കാർ അല്ലെങ്കിൽ കോപ്പർ സ്മിത്സ് എന്നാണ് അർത്ഥം വരുന്നത്. അത് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ആയുധങ്ങളും മറ്റൊക്കെ ഉണ്ടാക്കി നിർമ്മിച്ചിട്ട് അതുപോലെ തന്നെ ഫാമിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഇവരൊക്കെ തന്നെ ഇവരുടെ ഉപജീവന മാർഗം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പണം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനാലൊക്കെ തന്നെ അത്ര കൂടുതലായിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ആളുകളൊന്നുമല്ല ഇവരെന്ന് ചുരുക്കം. ഇനിയിപ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ള സ്ത്രീകളുടെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ 5-ൽ ഒരാൾ പൂർണ്ണമായിട്ടും ഇല്ലിറ്ററേറ്റ് ആണ്. യാതൊരു വിധത്തിലുള്ള വിദ്യാഭ്യാസവും ആ പെൺകുട്ടികൾക്ക് ഇല്ല എന്നൊരു കാര്യത്തെക്കുറിച്ച് കാണാൻ നമുക്ക് അവിടെ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 10% വരുന്ന പെൺകുട്ടികൾ മാത്രമേ +2 ശേഷം അല്ലെങ്കിൽ 12ാം ക്ലാസ്സിന് ശേഷം ഇവരുടെ വിഭാഗത്തിൽ നിന്ന് കൂടുതലായിട്ട് പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ഒരു കൾച്ചറിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ എന്തുകൊണ്ട് ഈ പെൺകുട്ടികൾ ഇത്ര കുറച്ച് മാത്രം പഠിക്കുന്നു എന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ ഒരു 8ാം ക്ലാസ്സൊക്കെ പ്രായമാകുമ്പോൾ ഒരു 13-16 പ്രായമാകുന്ന അവസരത്തിൽ തന്നെ ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ നന്നായി കുട്ടികളെ വളർത്തി ഫുൾ സുന്ദരികളായി അണിയിച്ചൊരുക്കിയിട്ട് അവിടെയുള്ള ജിപ്സി ബ്രൈഡ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഈ ഒരു ഗുഡ് ഫ്രൈഡേക്ക് ശേഷമുള്ള അഥവാ ദുഃഖവെള്ളിക്ക് ശേഷമുള്ള ശനിയാഴ്ചയാണ് ഇത്തരത്തിൽ ഈ ഒരു ജിപ്സി ബ്രൈഡ് മാർക്കറ്റ് ബൾഗേറിയയിൽ അരങ്ങേറുന്നത്. അപ്പോൾ അവിടെ ഈ പെൺകുട്ടികളെ നല്ല രീതിയിൽ അണിയിച്ചൊരുക്കിയിട്ട് അവിടെ അവതരിപ്പിക്കുന്ന അവസരത്തിൽ അല്ലെങ്കിൽ കാഴ്ചവെക്കുന്ന അവസരത്തിൽ ഇതുപോലെ തന്നെ വിവാഹം അന്വേഷിച്ച് വരുന്ന പുരുഷന്മാരും അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ പെൺകുട്ടികളിൽ നിന്ന് നല്ലതാണെന്ന് തോന്നുന്ന നിലയിൽ പെൺകുട്ടികളെ സെലക്ട് ചെയ്തുകൊണ്ട് അവർ പറയുന്ന പണം നൽകിക്കൊണ്ട് ഈ പെൺകുട്ടികളെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഓരോ പെൺകുട്ടികൾക്കും അവരുടെ ഓരോരോ ക്വാളിറ്റികൾക്കനുസരിച്ചിട്ട് വിലയിലും വലിയ തോതിലുള്ള മാറ്റങ്ങളുണ്ട്. അതിപ്പോൾ 10 ലക്ഷം 25 ലക്ഷം മുതൽ അങ്ങോട്ട് മുകളിലേക്ക് 1 കോടി വരെയൊക്കെ തന്നെ പലപ്പോഴും പല പുരുഷന്മാരും ഈ പെൺകുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവരുടെ മാതാപിതാക്കൾക്ക് കൊടുക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പെൺകുട്ടികൾക്ക് ഇത്തരത്തിൽ വില നിശ്ചയിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ ഒന്നാമതായിട്ട് വരുന്നത് പെൺകുട്ടികളുടെ പ്രായമാണ്. 13-നും 20-നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളാണെങ്കിൽ 20-ന് മുകളിൽ പ്രായമുള്ളവരെക്കാൾ കൂടുതൽ പണം ഈ കുട്ടികൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഈ പെൺകുട്ടികളൊക്കെ തന്നെ തീർച്ചയായിട്ടും വിർജിൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതലായിട്ട് പണം അവർക്ക് ലഭിക്കുന്നതായിരിക്കും എന്നുള്ളതാണ്. ഇത് ഇങ്ങനൊരു കാര്യം വെക്കാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം ചിലപ്പോഴൊക്കെ ഡിവോഴ്സ് ആയിട്ടുള്ള പെൺകുട്ടികളൊക്കെ തന്നെ ഈ ഒരു മാർക്കറ്റിലേക്ക് എത്താറുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരം ഒരു കാര്യം അവിടെ ഒരു വില കൂടുതൽ കിട്ടാനുള്ള മാനദണ്ഡമായിട്ട് വന്നിട്ടുള്ളത്. അടുത്തൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പെൺകുട്ടികളൊക്കെ തന്നെ നല്ലൊരു ബെറ്റർ ലുക്കിലായിരിക്കണം അവിടെ എത്തിയിരിക്കേണ്ടത്, അല്ലെങ്കിൽ അവരുടെ ലുക്കിനനുസരിച്ചിട്ട് ഈ ഒരു വിലയിൽ വ്യത്യാസങ്ങൾ വരും എന്ന് പറഞ്ഞ കാര്യമാണ്. അവരുടെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു കലീജി വിഭാഗത്തിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ അവരത് വലിയൊരു ആഘോഷത്തോടു കൂടി തന്നെയാണ് ഈ കാര്യത്തെയൊക്കെ തന്നെ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനോഹരമായ നിലയിൽ തന്നെ അണിഞ്ഞൊരുങ്ങി ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി ഡ്രസ്സുകളും ഓർണമെൻറ്റ്സും ഒക്കെ മേടിച്ചിട്ടാണ് ഇവർ ഈ ഒരു മാർക്കറ്റിലേക്ക്, വിവാഹ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത് അല്ലെങ്കിൽ എത്തിച്ചേരുന്നത്. അതിൽ തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ പെൺകുട്ടികളിൽ നീല കണ്ണുള്ള ആളുകൾക്കാണ് ഏറ്റവും അധികം ഡിമാൻഡ് ഉള്ളത്. ഇത്തരത്തിലുള്ള നീല കണ്ണുള്ള കുട്ടികൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ പണം അവിടെ നൽകപ്പെടുന്നത് അല്ലെങ്കിൽ ലഭിക്കുന്നത്. പിന്നെ അതിന് തൊട്ട് താഴെ വരുന്നത് ബ്രൗൺ ഐസ് ആണ്. അതിനും തൊട്ട് താഴെയാണ് ഈ ഒരു ബ്ലാക്ക് ഐസ് ഉള്ള ആളുകളുടെ കാര്യം വരുന്നത്. എന്തുകൊണ്ട് നീല കണ്ണുള്ളവർക്ക് ഇത്ര അധികം പണം പലരും ഓഫർ ചെയ്യുന്നു എന്ന കാര്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നീലക്കണ്ണുള്ള ആളുകൾ അവരുടെ വിഭാഗത്തിൽ വളരെയധികം കുറവാണ്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു കാര്യം അല്ലെങ്കിൽ വിലയുടെ വലിയൊരു വ്യത്യാസം അവിടെ വരുന്നത്. അടുത്തൊരു കാര്യം വരുന്നത് ഗോൾഡുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഒരു വിവാഹ മാർക്കറ്റിലേക്ക് പോകുന്ന അവസരത്തിൽ കൂടുതൽ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്നതൊക്കെ തന്നെ ആ കുടുംബത്തിൻ്റെ, ആ പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ ഒരു നിലവാരം അല്ലെങ്കിൽ അവരുടെ ഒരു വെൽത്ത് എത്രയാണ് എന്ന് കാണിക്കുന്നതിന് വലിയ തോതിൽ തന്നെ സഹായകമാവുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ പുരുഷന്മാർ വരുന്ന അവസരത്തിൽ ഈ ഒരു ഓർണമെൻറ്റ്സ് നോക്കിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ജ്വല്ലറി നോക്കിയിട്ട് തന്നെ
ആ ഒരു പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന കാര്യത്തെക്കുറിച്ച് പെട്ടെന്ന് തന്നെ അവർക്ക് മനസ്സിലാക്കാൻ ഇതിലൂടെ തന്നെ സാധ്യമാകുന്നതായിരിക്കും. അഞ്ചാമത്തെ ഒരു കാര്യം, വിവാഹത്തിന് ശേഷം ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കൊക്കെ നല്ല രീതിയിൽ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാനുള്ള ഒരു കഴിവ് ഈ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിരിക്കണം. അതൊരു നിർബന്ധമായിട്ട് അവിടെ എല്ലാവരും കണക്കാക്കി വരുന്ന ഒരു കാര്യമാണ്. ആറാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് വസ്ത്രങ്ങൾ അലക്കാനൊക്കെ തന്നെ ഈ പെൺകുട്ടിക്ക് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്ന കാര്യമാണ്. ഏഴാമതായിട്ട് വരുന്നത് കൃത്യമായ നിലയിൽ പാത്രങ്ങളൊക്കെ കഴുകാനും അതുപോലെ തന്നെ വീട് പൂർണ്ണമായിട്ടും അടിച്ചു വാരി വൃത്തിയാക്കി തുടച്ചു വെക്കാനൊക്കെ ക്ലീൻ ആക്കി വെക്കാനൊക്കെ തന്നെ ഈ പെൺകുട്ടിക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്ന കാര്യമാണ്. എട്ടാമതായിട്ട് വരുന്നത് ഹസ്ബൻഡിനെയും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെയൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാനും പെരുമാറാനൊക്കെ ഈ കുട്ടിക്ക് ഒരു കഴിവുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒൻപതാമതായിട്ട് വരുന്നത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണ്. അതായത് ഈ വിവാഹ മാർക്കറ്റിൽ ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ നിൽക്കുകയായിരിക്കും. ഈ ഒരു അവസരത്തിൽ പുരുഷന്മാരെ അടുത്ത് ചെന്നിട്ട് വേണം ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പല പുരുഷന്മാരും ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ്, നിങ്ങൾക്ക് പാട്ട് പാടാൻ അറിയോ, നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ അറിയോ, എന്തെല്ലാമാണ് നിങ്ങളുടെ ഹോബികൾ. അങ്ങനെ ഇത്തരത്തിലുള്ള ഈ ഹോബികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും ഈ പെൺകുട്ടികളുടെ ഡിമാൻഡ് അല്ലെങ്കിൽ അവർക്ക് നൽകേണ്ട വിലയുടെ കാര്യത്തിൽ വലിയ തോതിൽ തന്നെ വ്യത്യാസങ്ങളുണ്ടാകും. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പുരുഷൻ ഈ ഒരു വിവാഹ മാർക്കറ്റിൽ വന്ന് ഒരു പെൺകുട്ടിയെ കണ്ട് എല്ലാം കൊണ്ടും ഇഷ്ടമായതിനു ശേഷം അവർ നേരെ തിരിച്ചു പോകുന്നതായിരിക്കും, വീട്ടിലേക്ക് പോകുന്നതായിരിക്കും. പിന്നീട് ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഈ ഒരു പുരുഷൻ അയാളുടെ മാതാപിതാക്കളെയൊക്കെ കൂട്ടിയിട്ട് കുടുംബക്കാരെയൊക്കെ കൂട്ടിയിട്ട് നേരെ ചെല്ലുന്നതായിരിക്കും. ആ ഒരു അവസരത്തിലാണ് ഈ ഒരു പെൺകുട്ടിയുടെ പിതാവിനോട് അവരുടെ ഒരു വില പേശൽ, ഈ ഒരു പെൺകുട്ടിയുടെ വിലയുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്നത്. അതായത് ഉദാഹരണത്തിന് ഈ ഒരു ചെക്കൻ്റെ വീട്ടുകാരോട് പെണ്ണിൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ അച്ഛൻ പറയും, ഞാൻ നല്ല രീതിയിൽ പൊന്നുപോലെ നോക്കി വളർത്തിയ എൻ്റെ മകളാണ്, ഇവളെ ഞാൻ കെട്ടിച്ച് നൽകണമെങ്കിൽ 10 ലക്ഷം രൂപ ഞങ്ങൾക്ക് നൽകണമെന്ന്. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു ചെക്കൻ്റെ വീട്ടുകാർ പറയും, ഞങ്ങൾക്ക് അത്രത്തോളം സാമ്പത്തികമില്ല, നമുക്കൊരു 7 ലക്ഷത്തിന് ഉറപ്പിച്ചാലോ എന്ന്. അപ്പോൾ ഒരു വിലപേശലൊക്കെ നടന്നിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു വിലയുടെ കാര്യത്തിൽ ഒരു ഫൈനൽ കൺഫർമേഷനിലേക്ക് ഇരു കുടുംബങ്ങളും ഒരുപോലെ തന്നെ എത്തുന്നത്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുറപ്പിച്ചതിന് ശേഷം ഞങ്ങൾ വിവരം അറിയിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചെക്കൻ്റെ വീട്ടുകാർ അവിടെ നിന്ന് പോകും. അതിനുശേഷം ചിലപ്പോൾ ഈ ഒരു പെൺകുട്ടിയെ ഒരു മാർക്കറ്റിൽ നിന്നും കണ്ട് ഇഷ്ടമായിട്ടുള്ള മറ്റേതെങ്കിലും പുരുഷന്മാർ അവരുടെ മാതാപിതാക്കളായിട്ട് ഇതേ വീട്ടിലേക്ക് വരും. അവിടെയും ഇത്തരത്തിലുള്ള പ്രൈസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡിസ്കഷൻ നടക്കും. അങ്ങനെ ആരെയാണോ കൂടുതൽ ഇഷ്ടമാകുന്നത് അല്ലെങ്കിൽ ആരാണോ കൂടുതൽ പണം നൽകുന്നത്, പണം ഓഫർ ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതോടൊപ്പം തന്നെ ഈ ഒരു പെൺകുട്ടിക്ക് ഈ ഒരു പുരുഷൻ ഇഷ്ടമായോ എന്ന കാര്യങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഒരു വിവാഹത്തിലേക്ക് ചെന്നെത്തുന്നത്. അവിടെയും ഈ ഒരു പെണ്ണിന് ചെക്കനെ നല്ല രീതിയിൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പ്രൈസിൻ്റെ കാര്യത്തിലൊക്കെ സംസാരിച്ചിട്ട് അവിടെ കുറച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം കൂടെ അവിടെ ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ മനസ്സിൽ ഒരുപാട് ലഡു പൊട്ടിയില്ലേ. ക്യാഷൊക്കെ സെറ്റാക്കി വെച്ച് വിമാനത്തിന് ടിക്കറ്റ് എടുത്ത് പോകാൻ വരട്ടെ, അവിടെ ചെക്കന്മാർക്കും ചില കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ഈ ഒരു മാർക്കറ്റിലേക്ക് എത്തുന്ന ഈ ഒരു പെൺകുട്ടിയെ ചൂസ് ചെയ്യുന്ന വരൻ അല്ലെങ്കിൽ പുരുഷൻ തീർച്ചയായിട്ടും ക്രിസ്ത്യൻ ആയിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നത്ര പണം നൽകാനുള്ള കപ്പാസിറ്റി വേണം എന്നുള്ളതാണ്. അതെങ്ങനെയൊക്കെ ഒപ്പിക്കാമെന്ന് വിചാരിക്കും. പക്ഷേ മൂന്നാമത്തതാണ് വലിയ പ്രശ്നം. ഈ ഒരു ഖലീജി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഈ പെൺകുട്ടികളുടെ വീട്ടുകാർ ഈ കുട്ടികളെ വിവാഹം ചെയ്ത് നൽകൂ. സാറില്ല, ആരും വിഷമിക്കണ്ട. ചിലരുടെയൊക്കെ ഒരുപാട് നേരം ആയിട്ട് ഇങ്ങനെ മനസ്സിൽ കൂട്ടി വെച്ച സ്വപ്നങ്ങളൊക്കെ വീണുടഞ്ഞിട്ടുണ്ടാവും. ഏതായാലും സാരല്ല, നമുക്ക് ബാക്കി നോക്കാം. നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ പെൺകുട്ടികൾ ഏതായാലും ഉണ്ടാവും. ഓക്കെ, ഇനിയിപ്പോൾ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ക്രേസി ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര അത്ഭുതമായിട്ട് വിചിത്രമായിട്ടൊക്കെ തോന്നുന്നുണ്ടല്ലേ. പക്ഷേ കൂടുതലായിട്ട് ഇങ്ങനെ വിചിത്രമായിട്ട് ചിന്തിച്ച് പോകാൻ വരട്ടെ. ഇത്തരത്തിലുള്ള ഈ പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ വിവാഹങ്ങളിലും ഒരുപാട് ആളുകൾ നോക്കുന്നത് തന്നെയാണ്. ഇനിയിപ്പോൾ അതിനും അപ്പുറത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ പോലും ഇത്തരത്തിലുള്ള ചില മാർക്കറ്റുകളുണ്ട്. അത് കുറച്ച് എക്സ്ട്രീം ലെവലാണ്. അതായത് ഭാര്യമാരെ വാടകയ്ക്ക് നൽകുന്ന, വീട്ടിലുള്ള പെൺകുട്ടികളെ വാടകയ്ക്ക് നൽകുന്ന നിലയിലുള്ള മാർക്കറ്റ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. മധ്യപ്രദേശിലെ ശിവപുരിയിലാണ് ദാദീച്ച പ്രഥ എന്ന പേരിൽ ഈ ഒരു സമ്പ്രദായം ഇന്നും നിലവിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന അവസരത്തിൽ അവിടെയുള്ള ആളുകൾ അവരുടെ ഭാര്യമാരെ അല്ലെങ്കിൽ വീട്ടിലെ പെൺകുട്ടികളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ട് ആളുകൾക്ക് വാടകയ്ക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ അതിന് കൃത്യമായിട്ട് മുദ്ര പേപ്പറിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ള എഗ്രിമെൻ്റ് കൂടെ ഉണ്ടാകും. അപ്പോൾ കൃത്യമായ ഒരു കാലാവധിയിലേക്ക്, ചിലപ്പോൾ 1 മണിക്കൂറിനോ 1 ദിവസത്തിനോ ഒരാഴ്ചത്തേക്കോ 1 വർഷത്തേക്കോ 10 വർഷത്തേക്കോ ഒക്കെ തന്നെ കൃത്യമായിട്ട് എഗ്രിമെൻ്റ് എഴുതിയിട്ട് പണം മേടിച്ചിട്ടാണ് ഇത്തരത്തിൽ ഈ ഭാര്യമാരെ വാടകയ്ക്ക് അവിടെയുള്ള ആളുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഈ എഗ്രിമെൻറ്റിൻ്റെ കാലാവധി കഴിയുന്ന അവസരത്തിൽ ഈ ഭാര്യമാരെ തിരിച്ച് നൽകേണ്ടതുണ്ട്. ഇനിയിപ്പോൾ തിരിച്ച് നൽകേണ്ട, കൂടുതൽ കാലം മുന്നോട്ടേക്ക് പോകണമെന്നാണ് ഒരു വ്യക്തി ചിന്തിക്കുന്നതെങ്കിൽ ഈ ഒരു എഗ്രിമെൻറ്റ് ആ ഒരു അവസരത്തിൽ പുതുക്കേണ്ടതാണ്. കൂടുതൽ പണം അപ്പോൾ നൽകേണ്ടതായിട്ടും വരുന്നുണ്ട്.
എന്തൊക്കെയാലേ ഈ കൊച്ചു ലോകത്ത് നടക്കുന്നത്. നമുക്കൊക്കെ കേൾക്കുമ്പോൾ വലിയ തോതിൽ തന്നെ വിചിത്രമായിട്ട് വലിയ അത്ഭുതമായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ മാർക്കറ്റുകളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ഈ ഒരു വൈഫ് മാർക്കറ്റ്, ബ്രൈഡ് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞ കാര്യത്തിൽ നമ്മുടെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെയും ഇന്നും നമ്മളിവിടെ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട് എന്ന് പറയുന്നത് നമുക്കൊക്കെ വലിയ അത്ഭുതകരമായിട്ട് തോന്നുന്ന കാര്യം തന്നെയാണ്. എന്തൊക്കെ തന്നെയായാലും ബൾഗേറിയയുടെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ അവിടെയുള്ള പുതിയ തലമുറയിലെ പെൺകുട്ടികളിൽ ചില ആളുകളൊക്കെ ഇത്തരം സമ്പ്രദായത്തോട് പൂർണ്ണമായിട്ടുള്ള വിയോജിപ്പ് ഓൾറെഡി പ്രകടിപ്പിക്കുന്നുണ്ട്. അതിപ്പോൾ ഇന്ത്യയിലെ കാര്യത്തിലാണെങ്കിലും തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇവിടെ ബൾഗേറിയയുടെ കാര്യത്തിൽ എന്തിനാണ് ഇത്തരം മാർക്കറ്റിലൂടെ ഈ പെൺകുട്ടികളെ വിൽക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ട്രഡീഷൻ്റെ ഭാഗമായിട്ട് അങ്ങനെ കാലാകാലങ്ങളായിട്ട് അവർ തുടർന്ന് വരുന്നതാണ്. അതിൻ്റെ തന്നെ കാരണമായിട്ട് ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ പറയുന്നത് കാമുകന്മാർ തങ്ങളുടെ പെൺകുട്ടികളെ കട്ടുകൊണ്ട് പോകുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം മാർക്കറ്റിലേക്ക് പെൺകുട്ടികളെ എത്തിക്കുന്നത് എന്ന് പറയുന്ന വിചിത്രമായിട്ടുള്ള കാര്യമാണ്. അവരുടെ ഇടയിലൊക്കെ ഈ പ്രണയം എന്നൊക്കെ പറയുന്നത് വലിയ തെറ്റായിട്ട് അവർ കണക്കാക്കി വരുന്ന കാര്യം കൂടിയാണ്. അപ്പം എന്തായാലും നമ്മൾ വീഡിയോസോടെ വേണ്ടിയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏതാനും അറിവുകൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചു എന്ന് വിചാരിക്കുന്നു. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇന്നും ഇത്തരം മാർക്കറ്റുകൾ നടക്കുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുവിട്ടാന്ന് പ്രതീക്ഷയോടെ ബൈ.